ഫ്രണ്ട്സ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫ്ലൂ ഒക്കെ അടിച്ച് കുറച്ച് വയ്യാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഹെൽത്തൊക്കെ ഒന്ന് സെറ്റായത്. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. 2 പേർക്കും ഓഫുള്ള ഒരു ദിവസം നമ്മളൊരു റൂമൊക്കെ ബുക്ക് ചെയ്തു. ഇവിടുന്ന് ഒരു 1 hour ട്രാവലുണ്ട്. പൈൻ കോട്ടേജ് സംതിങ്. അവിടെ ഹോട്ട് ടബൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം പോയി എൻജോയ് ചെയ്യാമെന്ന് ഓർത്തു. ഇത് നല്ലൊരു റൂറൽ ഏരിയയാണ്. സോ ഫുഡ് അവൈലബിൾ അല്ല, അങ്ങനെ ഷോപ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഡെലിവറിയും അവൈലബിൾ അല്ല. സോ നമുക്ക് വേണ്ടതെല്ലാം നമ്മളെപ്പോഴും കരുതുന്നതായിരിക്കും ബെറ്റർ. സോ നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത്. കണ്ടില്ലേ, റോഡൊക്കെ കണ്ടില്ലേ, നല്ല റൂറൽ ഏരിയയാണ്. നമ്മളൊരു 1 hour 1.5 hour ട്രാവൽ ഉണ്ടായിരുന്നു. അവിടെ എത്തി. ഇത് ശരിക്കും 4 പേർക്കുള്ള ഒരു കോട്ടേജാണ്. 2 ബെഡ്റൂം അവൈലബിൾ ഉണ്ട്, ഒരു ബാത്റൂം, അങ്ങനെയൊക്കെ. നമ്മളെല്ലാം ചെന്നപ്പോഴെല്ലാം നോക്കുമായിരുന്നു എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്ഥലം. പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിരുന്നു. ചെറിയൊരു ലിവിങ് റൂം, 2 ബെഡ്റൂം, ഒരു ടോയ്ലറ്റ്, പിന്നെ പുറത്ത് ഒരു ഹോട്ട് ടബ് അവൈലബിൾ ആണ്. അത് നൈറ്റ് 10 മണി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ രാവിലെ 10 മണിക്ക് അത് സ്റ്റാർട്ടും ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴേ നമുക്ക് മെസ്സേജ് വരും. ഇതാണ് ബെഡ്റൂംസ്. ആദ്യം കാണിച്ചത് കുറച്ചും കൂടെ ഒരു വലിയ ബെഡ്റൂമാണ്. ഇത് കുറച്ചൊരു ചെറിയ ബെഡ്റൂം. പക്ഷേ രണ്ടും നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ അവിടെ നമ്മുടെ വൈഫൈ പാസ്വേഡ്, പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ കിച്ചൺ യൂസ് ചെയ്യുമ്പോൾ ഉള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും അവരവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെല്ലുമ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മളെന്തെങ്കിലും ഡാമേജസ് ഒക്കെ വരുത്തിയാൽ അതിന് ഫൈനും കാര്യങ്ങളൊക്കെ കാണും. സോ നമ്മളിങ്ങനെ റൂമൊക്കെ എടുത്ത് പോകുമ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. നമ്മളവിടെ എത്തി. അപ്പം ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഉറങ്ങിയിട്ടാണ് പോയത്. അതിൻ്റേതായ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്യുന്നതിന് ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പം ആ സമയത്ത് എത്തണമല്ലോ എന്ന് ഓർത്ത് നമ്മൾ പോയതാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് എണീറ്റ് പിന്നെ നമുക്ക് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ കുറച്ച് നേരം കിടക്കാമെന്ന് ഓർത്തു. പിന്നെ അവിടെ തൊട്ടടുത്ത് ഇതേപോലെ കോട്ടേജസ് ഒക്കെ ഉണ്ട്. പക്ഷേ വലിയ ഡിസ്റ്റർബൻസോ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇത് കണ്ടു, ഇതാണ് നമ്മുടെ ചെറിയൊരു കിച്ചൺ. പിന്നെ നമ്മളൊരു വൈനൊക്കെ ആയിട്ടാണ് പോയത്. അപ്പം വൈൻ ഓപ്പണറും പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യേണ്ട സാധനങ്ങളും എല്ലാം ഉണ്ട് അവിടെ തന്നെ. പ്ലേറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളൊന്നും അറിയണ്ട. പിന്നെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മൾ ഫ്രോസൺ ഫുഡൊക്കെയാണ് മേടിച്ചുകൊണ്ട് പോയത്. അവൻ അവിടെ അവൈലബിൾ ആയിരുന്നു. സോ ജസ്റ്റ് ചൂടാക്കിയാൽ മതി. കുറച്ച് സമയം ഞങ്ങളൊന്ന് കിടന്നു, ഇച്ചിരിയും കൂടെ ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി. പിന്നെ അടുത്തു എണീറ്റ് നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന്. അപ്പോൾ പാൽക്കപ്പയും ബീഫും മേടിച്ചായിരുന്നു. പിന്നെ ഒരു പഫ്സും, പിന്നെ അതേപോലെ കുറച്ച് നൂഡിൽസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തുന്ന ഹോട്ട് ടബിൽ കുറച്ച് നേരം ഇറങ്ങി ചാടിയാലോ എന്ന്. കാരണം 10 മണി വരെ അല്ലേ അവൈലബിൾ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഹോട്ട് ടബിൽ സമയം സ്പെൻഡ് ചെയ്തു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് നല്ലൊരു റിലീഫൊക്കെ ആയിരുന്നു. കാരണം ഒരു ബ്രേക്ക് എന്തായാലും നമുക്ക് വേണമായിരുന്നു. സോ അങ്ങനെയാണ് നമ്മളിവിടെ പോയത്. പുറത്തെ ആംബിയൻസ് ഒക്കെ കണ്ടില്ലേ, അടിപൊളിയായിരുന്നു. എന്തോ ഒരു ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്കൊരു എപ്പോഴും ഒരു വിൻ്റർ ടൈം, ഒരു മൂടി, അങ്ങനത്തെ ഒരു ഇമേജ് അല്ലേ വരുന്നത്. ഇതും അതുപോലൊക്കെ തന്നെ. അത്ര പ്ലസൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയ. കപ്പിൾസിനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നെ അഫോർഡബിളും ആയിരുന്നു. കാരണം ചില ഇതുപോലെ ഹോട്ട് ടബൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കോട്ടേജുകൾക്ക് അത് ഹോട്ട് ടബ് യൂസ് ചെയ്യുന്നതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അത് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള എമൗണ്ട് ആയിരിക്കില്ല നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യുമ്പം വേണ്ടി കാണിക്കുന്നത്. അവരത് അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ചിലപ്പം എക്സ്ട്രാ ചാർജ് ആണെന്നൊക്കെ പറയുന്നത്. അത് നേരത്തെ നമ്മൾ മെസ്സേജസ് ഒക്കെ അയച്ച് അവരോട് കൺഫേം ചെയ്യണം. പിന്നെ കാറിലായിരുന്നു നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ, സ്നാക്സൊക്കെ, അതൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ മൂവി ടൈം നമ്മളൊരു പടം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് വിശന്നു. ഫുഡൊക്കെ അത്യാവശ്യം കയ്യിലുള്ളത് കാരണം പിന്നെ നമ്മൾ അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്കൊരു പർട്ടിക്കുലർ സ്പേസ് ഒക്കെ ഉണ്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവുക, അത് നൈറ്റ് ടൈമിൽ അങ്ങനെ കുറച്ചൊരു ആ ഏരിയ അത്ര ഡെവലപ്ഡ് എന്നല്ല, എന്തോ അങ്ങനെ ഫുഡ് അവൈലബിൾ അല്ല. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് ഓർത്താലും പറ്റത്തില്ല. അവിടെ ഫുഡ് ഡെലിവറി ഇല്ല, അങ്ങനത്തെ ക്യാബ് സർവീസ് ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇത് നമ്മളൊരു ബീഫ് നൂഡിൽസും കൂടെ മേടിച്ചായിരുന്നു. അപ്പം അതും കൂടെ നമുക്ക് കഴിക്കാമെന്ന് ഓർത്തു. നമ്മൾ ചൂടാക്കി അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ കുറേ ടൈം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. കാരണം നമുക്ക് 2 ബെഡ്റൂമിൽ നല്ല മിറേഴ്സും
അങ്ങനെ നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോസിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്തു, കുറച്ച് ഫോട്ടോസ് റീൽസൊക്കെ എടുത്തു. പിന്നെ നല്ല 2 ചൂട് കാപ്പി കുടിച്ചു. അവിടെ മിൽക്കും ടീ ഷുഗറൊക്കെ ഇവിടെ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റില്ല, അതെല്ലാം അവൈലബിൾ ആയിരുന്നു. ടോസ്റ്റർ ഉണ്ടായിരുന്നു, കെറ്റിലുണ്ട്, എല്ലാം അവൈലബിളാണ്. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ബെഡ്റൂംസും നല്ല നീറ്റാക്കി ഇടണം. അങ്ങനെ നമ്മൾ ബെഡ്റൂം എല്ലാം നീറ്റാക്കി ഇട്ടു. പിന്നെ ചെക്കൗട്ട് ചെയ്യുന്ന ടൈം മോർണിംഗ് 10 AM വരെയാണ്. അതിന് മുന്നേ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. നമ്മൾ യൂസ് ചെയ്ത പ്ലേറ്റ്സും ഗ്ലാസ്സും എല്ലാം കഴുകി വെച്ചു. ബെഡ്റൂം എല്ലാം നല്ല നീറ്റാക്കി. പിന്നെ നമ്മൾ ഉപയോഗിച്ച വേസ്റ്റും നമ്മൾ തന്നെ കൊണ്ട് കളയണം, അതും മറന്നു പോവല്ലേ. പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് റെഡിയായി, വേസ്റ്റൊക്കെ എടുത്തു. കിച്ചണും നമ്മളിരുന്ന സ്ഥലമെല്ലാം നല്ല നീറ്റാക്കി. സമ്മറിൽ ഇവിടെ പോയാൽ വേറൊരു വൈബായിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രാവിലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ കോട്ടേജിലാണ് നമ്മൾ നിന്നത്. അതിൻ്റെ തൊട്ടടുത്തും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാ നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തേക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറ്റി നല്ല കാമായിട്ടൊരു സ്ഥലം. ഇതാ നമ്മൾ തിരിച്ചങ്ങനെ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ കോട്ടേജിലൊക്കെ പോയി ദിവസം ഡേ സ്പെൻഡ് ചെയ്യാം കേട്ടോ.